മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾക്കെൻ്റെ ഹൃദ്യമായ അസ്സലാമു അലൈക്കും. ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റു മതസ്ഥരായ സഹോദരി സഹോദരങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഈ പ്രപഞ്ചത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ട നാം പോലും അറിയാതെ ഒരു ദിവസം നമ്മുടെ നാഥൻ, നമ്മുടെ റബ്ബ്, നമ്മുടെ ദൈവം നമ്മെ യാത്രയാക്കും, വിളിച്ചുകൊണ്ടു പോകും. അങ്ങനെ നമ്മെ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മെ അനുഗമിക്കുന്ന 3 ചങ്ങാതിമാർ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 3 ചങ്ങാതിമാർ, 3 സുഹൃത്തുക്കൾ നിങ്ങളെ അനുഗമിക്കും. പക്ഷേ അവർ ഖബർ വരെ നിങ്ങളെ അനുഗമിക്കും, ശ്മശാനം വരെ അനുഗമിക്കും. അതിനുശേഷം അവർ 3 പേരിൽ 2 പേർ മടങ്ങിപ്പോരും. ഒരാൾ നിങ്ങളുടെ ഖബറിലേക്ക് അല്ലെങ്കിൽ ശ്മശാനത്തിലേക്ക് നിങ്ങളോടൊപ്പം, നിങ്ങളുടെ ആത്മാവിനോടൊപ്പം ആ കൂട്ടുകാരൻ സഞ്ചരിക്കും. ആ കൂട്ടുകാരൻ്റെ പേരാണ് നാം ചെയ്തുകൊണ്ടിരുന്ന നന്മയും തിന്മയുമായ പ്രവൃത്തികളാണ് ആ കൂട്ടുകാർ. അതുകൊണ്ട് ആ കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും നമ്മെ അനുഗമിച്ചുകൊണ്ടിരിക്കും യാത്രയിലുടനീളം. അതുകൊണ്ട് തിന്മ കുറച്ച് നന്മ ചെയ്യാനുള്ള കരുത്തുണ്ടാക്കിയെടുക്കുവാൻ നാം എല്ലാവരും ശ്രമിക്കുക. അതിന് ദൈവം തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ആ ചങ്ങാതിയെ കൂടുതൽ സ്നേഹിക്കുക. മറ്റു 2 ചങ്ങാതിമാരും എത്ര സ്നേഹിച്ചാലും ശ്മശാനം വരെ അല്ലെങ്കിൽ ഖബർ വരെ മാത്രം അനുഗമിക്കുന്ന 2 ചങ്ങാതിമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ നമ്മെ വിട്ടു പോകും. അവർ ഖബർ വരെ വരും, അത് കഴിഞ്ഞ് അവർ പോകും. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് ഖബർ വരെ വരും, അതിലേക്ക് ഇറങ്ങാൻ കഴിയില്ല, അവരും അവിടം വിട്ടു പോകും. നമ്മെക്കുറിച്ചുള്ള ഓർമ്മ ദിനങ്ങൾ കൊണ്ട് അവരുടെ മനസ്സിൽ നിന്ന് പോകും. അവർ പിന്നെ കളിയും ഉല്ലാസങ്ങളുമായി മുന്നോട്ട് പോകും. നാം ജീവിച്ചിരുന്നു എന്ന് പോലും അവരൊരിക്കൽ പോലും നമ്മുടെ അടുത്തേക്ക് തിരിഞ്ഞു പോലും നമ്മുടെ ഖബറിലേക്ക്, ശ്മശാനത്തിലേക്ക് തിരിഞ്ഞു പോലും വരില്ല. അങ്ങനെ എല്ലാവരാലും വിസ്മരിക്കപ്പെട്ട് നാം അങ്ങനെ ആ ശ്മശാനത്തിൽ കഴിയും. ശ്മശാനത്തിൽ നമ്മെ അടക്കിയവർ പോകും, അല്ലെങ്കിൽ ഖബറിൽ അടക്കിയവർ പിന്തിരിഞ്ഞു പോകും. നമ്മെ സഹായിക്കാൻ ആരുമുണ്ടായില്ല, ഒരിക്കൽ പോലും നമ്മെ തിരിഞ്ഞു നോക്കാനും അവർ വരികയില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്തോളം നന്മ കൂടുതലായി പ്രവർത്തിക്കുക, തിന്മ വർജിക്കുക. നന്ദി, നമസ്കാരം.